ഹായ് ഹലോ വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. ആറ്റാങ്കര പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. രാവിലെ ഇറങ്ങിയപ്പം കുറച്ച് മഴയൊക്കെ ആയിരുന്നു, പിന്നെ അങ്ങോട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ് ആറ്റാങ്കര പള്ളി. അങ്ങനെ നമ്മൾ കേരള തമിഴ്നാട് ബോർഡർ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞു തമിഴ്നാട്ടിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് തമിഴ്നാട് കാഴ്ചകളൊക്കെ കാണാം. കൂടുതലും പാടങ്ങളും കുന്നുകളും അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് തമിഴ്നാട്ടിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഈ പോകുന്ന വഴിക്ക്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു സ്ഥലമാണിത്. നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പൊതിച്ചോറ്. അങ്ങനെ ഒരു നല്ല കുന്നും തെങ്ങിൻ തോപ്പും കുറേ ആമ്പലൊക്കെ ആയിട്ടുള്ളത് നല്ലൊരു വ്യൂ ആയിരുന്നു ഈ പ്ലേസ് എന്നുള്ളത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ എടുത്തു. പൊതിച്ചോറാണ് കൊണ്ടുപോയത്. ചമ്മന്തി, മുട്ട, തോരൻ, അച്ചാർ, മോര്, പപ്പടം ഒക്കെ ആയിട്ട് വിഭവസമൃദ്ധമായൊരു പൊതിച്ചോറായിരുന്നു. അങ്ങനെ പിന്നെ ആ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വീണ്ടും യാത്ര തുടർന്നു. പിന്നെ കുറച്ച് നെൽപ്പാടത്തിൻ്റെ വ്യൂ ഒക്കെ ആയിരുന്നു. രണ്ട് സൈഡിലും ഇങ്ങനെ കുറേ നെൽപ്പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയും രണ്ട് സൈഡിലും കുറേ മരങ്ങളും തെങ്ങിൻ തോപ്പുകളൊക്കെ. പിന്നെ ഇങ്ങനെ കുറച്ച് മലയുടെ വ്യൂസൊക്കെ കണ്ടു തുടങ്ങി. അപ്പോഴത്തേക്ക് ഹാമിക്കുട്ടനിക്കിങ്ങനെ അവിടെ ഇറങ്ങണം, മല കയറണം എന്നൊക്കെയുള്ള പറച്ചിലായിരുന്നു. മലയൊക്കെ കയറി ഞാൻ ഒറ്റയ്ക്കങ്ങ് കയറിക്കോളാം. ഈ കുന്ന് കണ്ടപ്പോൾ ഇവിടെ ഇങ്ങനെ നിർത്തി. അവിടെ ഇങ്ങനെ മുകളിലായിട്ടൊരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ച് ആടുകളൊക്കെ ആ ഒരു ഹൈറ്റിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് കുറേ ദൂരത്തേക്ക് വിൻഡ് ഫാംസിൻ്റെ ഒരു വ്യൂ ആയിരുന്നു. രണ്ട് സൈഡിലും ഇങ്ങനെ കുറേ ദൂരം വിൻഡ് ഫാംസ് തന്നെ ആയിരുന്നു. അടുത്തായിട്ടും ദൂരമായിട്ടും ഒക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം കണ്ടാണ് ഈ ജയമാത എഞ്ചിനീയറിംഗ് കോളേജ്. അത് നല്ലൊരു വ്യൂ ആയിരുന്നു അത്. കാരണം ഒരു വൈറ്റ് കളറിൽ കുറേ ദൂരം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കിൽ ആ ഒരു മലയും ഒരു കൊട്ടാര പോലത്തെ ലുക്കായിരുന്നു. പിന്നെ നമ്മൾ വൈകിട്ട് ചായ കുടിക്കാൻ പള്ളിയുടെ അടുത്ത് തന്നെയുള്ളൊരു കടയിലാണ് കയറിയത്. പള്ളിയുടെ അടുത്ത് കുറച്ച് കോഫി ചായയൊക്കെ മേടിച്ചു. അതിൻ്റെ അടുത്ത് കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു. പള്ളിയുടെ തൊട്ട് മുറ്റത്തായിട്ട് തന്നെ ആയിരുന്നു അത്. അങ്ങനെ നമ്മൾ ഒരു ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒരു ലോഡ്ജിൽ അടുത്തൊരു ലോഡ്ജിൽ റൂം എടുത്തു. ഇവിടെയാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ കയറി ഫ്രഷപ്പായിട്ട് പിന്നെ നമുക്ക് പള്ളിയിലോട്ട് പോവാം. അങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിൽ കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. മുല്ലപ്പൂ തൊട്ടിയാണ്. മുല്ലപ്പൂ തൊട്ടി എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ പിച്ചിപ്പൂവാണ് നമുക്ക് ചെയ്ത് തന്നത്. അങ്ങനെ അതൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ ആ ചേട്ടനത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് പള്ളിയിലോട്ട് പോകാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഹാമിക്കുട്ടൻ എനിക്ക് അവിടെ കൽക്കണ്ടൊക്കെ കണ്ടപ്പോൾ അതൊക്കെ മേടിക്കണം, പൊരി മേടിക്കണം, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽപ്പായിരുന്നു. ഇതാണ് പള്ളിയുടെ മെയിൻ കവാടം, എൻട്രൻസ് എന്ന് പറയുന്നത്. അങ്ങനെ അവിടെയാണ് ഈ ഷോപ്പ്. അങ്ങനെ ആ മുല്ലപ്പൂ തൊട്ടിയൊക്കെ റെഡിയാക്കി ഇനി അതവിടെ കെട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടൊയിൻ പോലൊരു സംഭവം വെച്ചിട്ട് നമുക്കത് കെട്ടിത്തന്ന് അത് നമുക്ക് അകത്ത് കൊണ്ടുപോയി മക്ബറയുടെ അവിടെ കെട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അങ്ങനെ പള്ളിയിലേക്ക് പോയപ്പോഴത്തേക്ക് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. കാരണം ഉറൂസ് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയൊരു തിരക്കൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ആളുകളൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. മഗ്‌രിബിൻ്റെ സമയമായതുകൊണ്ട് വലിയൊരു തിരക്ക് ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ പള്ളി മുറ്റത്ത് കുറേ കോഴി ആടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇതിൻ്റെ പുറകെ ഫുൾ ഓട്ടമായിരുന്നു. അങ്ങനെ രണ്ടുപേരും മത്സരിച്ച് ആടിൻ്റെയും കോഴിയുടെയും പുറകെ തന്നെ പള്ളിമുറ്റത്ത് കിടന്ന ഓട്ടമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ആടിനെ മേടിച്ചു കൊടുക്കാൻ നേർച്ചയുണ്ടായിരുന്നു. അങ്ങനെ അവിടെ തന്നെ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയിട്ട് ആടിനെ മേടിച്ചു കൊണ്ടുവന്നു. പിന്നെ അതിന് കുറച്ച് പഴവും വെള്ളമൊക്കെ കൊടുത്തു. ആദ്യമൊന്നും പഴം കൊടുത്തപ്പം കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കൊടുത്തപ്പം അത് കഴിച്ചു. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. അങ്ങനെ പിന്നെ പോയി മുല്ലപ്പൂവൊക്കെ മേടിച്ചുകൊണ്ട് അതിൻ്റെ കഴുത്തിൽ കെട്ടിയിട്ട് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് നമ്മൾ പിന്നെ അതിനവിടെ പള്ളിയിൽ നേർച്ചയ്ക്കായിട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് റൂമിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയ വഴിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. കുറേ ടോയ്സും കുറേ ഓർണമെൻറ്റ്സ്, കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് പാത്രങ്ങൾ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷോപ്പ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അവിടെ കയറണം, ടോയ്സ് മേടിക്കണം. അങ്ങനെ കുറേ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ എന്താ വേണമെന്ന് വെച്ചപ്പോൾ രണ്ടുപേർക്കും ബാറ്റും ബോളും മതി. അങ്ങനെ പിന്നെ 2 ബാറ്റും ബോളും, ഒരു ചെറിയതും ഒരു വലിയതും മേടിച്ചു. അങ്ങനെ രണ്ടുപേർക്കും ബാറ്റും ബോളൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ റൂമിലോട്ട് പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഹാമിക്കുട്ടനിക്ക് ബാറ്റും ബോളും കളിക്കണം. അങ്ങനെ വാപ്പിയെ വിളിച്ച് നിർത്തി ബാറ്റും ബോളും കളിയായിരുന്നു. പിന്നെ കുറേ സമയം ഉറങ്ങണ്ട, ബാറ്റും ബോളും കളിച്ചുകൊണ്ട് നിൽക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബാറ്റും ബോളുമായിട്ട് കുറേ നേരം രാത്രി അങ്ങനെ സമയം പോയി. പിന്നെ നമ്മൾ കിടക്കാനൊക്കെ പോയി. പിന്നെ രാവിലെ സുബഹിക്ക് നമ്മൾ എണീറ്റു. രണ്ടുപേർക്കും ഭയങ്കര ഉത്സാഹം, എവിടെയോ പോകുന്ന കണക്കൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പള്ളിയിലോട്ടൊന്ന് പോയിട്ട് തിരിച്ചിവിടുന്ന് വീട്ടിലോട്ട് പോകാനെന്നുള്ളൊരു പ്ലാനിലാണ്. അങ്ങനൊരു റൂമിൻ്റെ അവിടെ നിന്നുള്ളൊരു നല്ല വ്യൂ ആയിരുന്നു കാണാനിങ്ങനെ. സൂര്യോദയത്തിന് തൊട്ട് മുന്നേ ഉള്ളൊരു ആകാശത്തിൻ്റെ വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മൾ പള്ളിയിൽ അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ചു. നമ്മളെ റൂമിൻ്റെ അടുത്ത് കുറേ മയിൽ വന്നു. അങ്ങനെ അതിൻ്റെ ഒരു ഇതൊക്കെ കണ്ടു അവിടെ തെങ്ങിൻ തോപ്പിൽ. പിന്നെ നമ്മൾ തിരിച്ചതാ വീട്ടിലോട്ട് പോകുന്നു. വീണ്ടും വിൻഡ് ഫാംസും കുന്നുകളും ഒക്കെ കണ്ട് നമ്മൾ വീട്ടിലോട്ട് പോകുമായിരുന്നു. അപ്പം വഴിയിലൊരു പൂന്തോട്ടമൊക്കെ കണ്ടു. പിന്നെ എന്തായാലും ഗൂഗിൾ മാപ്പ് ഇട്ട് പെട്ടെന്ന് എന്തായാലും വഴിയൊക്കെ കറക്റ്റായിട്ട് കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ബൈപ്പാസിൽ കയറി. അങ്ങനെ പിന്നെ നമ്മളെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.